ഡൽഹിയിൽ തീപിടുത്തം. ന്യൂ ഫ്രണ്ട്സ് കോളനിയിലെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ വീണ്ടും ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഗുഡ് ഈവനിങ് അഗെയിൻ. എന്തായാലും ആശ്വാസമുള്ള കാര്യം, ആളപായമൊന്നുമില്ല. ഒരു വളർത്തുമൃഗത്തിന് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ? കൃഷ്ണ, ഇതിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ഡൽഹി ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 3:40 ന്യൂ ഫ്രണ്ട്സ് കോളനിയിലെ ഒരു 3 നില കെട്ടിടമായിട്ടുള്ള വീട്ടിൽ തീപിടുത്തം ഉണ്ടായത്. AC യൂണിറ്റിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത്, അതും 1-ാം നിലയിലെ. മാത്രമല്ല, വീട്ടിനകത്ത് 8 പേരുണ്ടായിരുന്നു. 4 കുട്ടികളും 4 മുതിർന്നവരും. ഇവരെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കാൻ സാധിച്ചു. സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി ഇവരെ ഇപ്പോൾ വിട്ടിട്ടുമുണ്ട്. ആശുപത്രിയിലേക്കടക്കം അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീട്ടിനകത്ത് 2 വളർത്തുനായ്ക്കൾ ഉണ്ടായിരുന്നു. ആ 2 വളർത്തുനായ്ക്കൾക്കും പൊള്ളലേറ്റിരുന്നു. ആ 2 വളർത്തുനായ്ക്കളും ഇപ്പോൾ ചത്തു എന്നുള്ള വിവരമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടുണ്ട്. ആളപായമില്ല. 8 പേർക്കും സാരമായിട്ടുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ 2 വളർത്തുനായ്ക്കളും ചത്തു എന്നുള്ള വിവരം കൂടി ഏറ്റവും ഒടുവിലായി ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.